നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾ പരോളിന് അപേക്ഷ നൽകി. 8ാം പ്രതി സുബീഷും 15ാം പ്രതി സുരേന്ദ്രനുമാണ് പരോൾ അപേക്ഷ നൽകിയത്. KSFDC നിർമ്മിക്കുന്ന മുംതയുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. കാസർഗോട്ടുകാരിയായ ഫർസാനയാണ് ചിത്രത്തിന്റെ സംവിധായിക. രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാരുടെ കാസർഗോഡ് ജില്ലാതല അവലോകന യോഗം നടന്നു. രജിസ്ട്രാർ ഓഫീസുകളെ ക്യാഷ്ലെസ് ഓഫീസുകളാക്കി മാറ്റുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ പാതിരാത്രിയിൽ രൗദ്രഭാവവുമായി പുതിയാറമ്പൻ തെയ്യമെത്തി. ഇത് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായ നാട്ടുപാരമ്പര്യം. ഡോക്ടർ MA മുംതാസിന്റെ യാത്രാ വിവരണമായ ഹൈബനോകലിസ് പ്രകാശനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിച്ചു. ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനം നവീകരണ പുനഃപ്രതിഷ്ഠാ കലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പരോളിന് അപേക്ഷ നൽകി. 8ാം പ്രതി സുബീഷും 15ാം പ്രതി സുരേന്ദ്രനുമാണ് പരോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. പരോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് എത്തിയിട്ടുണ്ട്. ബേക്കൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരോളിൽ തീരുമാനമുണ്ടാകുകയെന്നാണ് റിപ്പോർട്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 8ാം പ്രതി സുബീഷും 15ാം പ്രതി സുരേന്ദ്രനും പരോളിനായി അപേക്ഷ നൽകി. വിധി വന്ന് 1 മാസത്തിനുള്ളിലാണ് ഇവർ പരോളിനായി അപേക്ഷ നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരോളിന് അപേക്ഷ നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. പരോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് എത്തിയിട്ടുണ്ട്. ബേക്കൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരോളിൽ തീരുമാനമുണ്ടാകുകയെന്നാണ് റിപ്പോർട്ട്. 2019 ഫെബ്രുവരി 17-നായിരുന്നു പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടത്. കൃത്യം നടന്ന് 6 വർഷം പൂർത്തിയാകുന്ന അന്ന് തന്നെയാണ് പ്രതികളുടെ പരോൾ അപേക്ഷ സംബന്ധിച്ച വാർത്തകൾ പുറത്തുവരുന്നത്. കേസിൽ സുബീഷ്, സുരേന്ദ്രൻ ഉൾപ്പെടെ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. കേസിൽ 2022 ഏപ്രിൽ 27-നാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത്. 22 മാസം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത്. ഡിസംബർ 28-ന് 14 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. 10 പേരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ടുകാരിയായ സംവിധായിക ഫർസാന പി ഒരുക്കുന്ന സിനിമയായ മുംതയുടെ സ്വിച്ച് ഓൺ കർമ്മം ബേള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടന്നു. KSFDC നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ എല്ലാ സാങ്കേതിക വിഭാഗങ്ങളിലും പ്രധാന ചുമതല വഹിക്കുന്നത് സ്ത്രീകളാണ്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സർക്കാർ വനിതകൾക്ക് വേണ്ടി മാത്രം സിനിമാ പദ്ധതി ആവിഷ്കരിക്കുന്നത്. കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വനിതാ വിഭാഗക്കാർക്കായുള്ള സിനിമാ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന 6ാമത്തെ ചലച്ചിത്രമായ മുംതയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ബേള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ M. രാജഗോപാലൻ MLA നിർവഹിച്ചു. കേരളത്തിലെ വനിതകളുടെയും ശിശുക്കളുടെയും സംരക്ഷണത്തിനായി പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചുള്ള ഒരു സംവിധാനത്തിലേക്കാണ് 1ാം ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി സർക്കാർ പോയത്. കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ ശാക്തീകരിക്കാൻ സ്ത്രീ സമൂഹത്തെ അതുവഴി ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇടപെടിപ്പിക്കുന്നതിന് ഈ പോയ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരിക വകുപ്പിന്. ചടങ്ങിൽ കാസർഗോഡ് SP D. ശില്പ ക്ലാപ്പ് നൽകി. സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടെങ്കിലും കൺമുന്നിൽ കാണാവുന്ന മാതൃകയാണ് ഈ വനിതാ സിനിമാ പദ്ധതി എന്ന് D. ശില്പ പറഞ്ഞു. കാസർഗോഡിನ കൾച്ചറൽ ഡൈവേഴ്സിറ്റിനും അവർ ഈ ത്രൂ ദിസ് സിനിമ അവർ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ഇത് എല്ലാ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രോഗ്രസീവ് സ്റ്റോറി പിന്നെ ഒരു പ്രോഗ്രസീവ് കോൺസെപ്റ്റ് തന്നെ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ സാങ്കേതിക വിഭാഗങ്ങളിലും പ്രധാന ചുമതല വഹിക്കുന്നത് വനിതകളാണെന്നതാണ് മുംത സിനിമയുടെ സവിശേഷത എന്ന് KFDC ഡയറക്ടർ ബോർഡ് അംഗവും സംവിധായകനുമായ ഷിറിൻ ഗോവിന്ദ് പറഞ്ഞു. സന്തോഷ് കീഴാറ്റൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ വനിതകളുടെ സംവിധാനത്തിലുള്ള സിനിമാ പദ്ധതി പ്രകാരം KFDC നിർമ്മിക്കുന്ന 6ാമത്തെ ചലച്ചിത്രമാണിത്. മുംത ചിത്രത്തിന്റെ സംവിധായികയായ ഫർസാന കാസർഗോഡ് ചൗക്കി സ്വദേശിനിയാണ്. സിനിമയുടെ ഛായാഗ്രഹണം ഫൗസിയ ഫാത്തിമ, ലൈൻ പ്രൊഡ്യൂസർ രത്തീന, ചിത്രസംയോജനം വീണ ജയപ്രകാശ് തുടങ്ങി എല്ലാ സാങ്കേതിക മേഖലകളും നയിക്കുന്നത് സ്ത്രീകളാണെന്ന് ഫർസാന പി പറഞ്ഞു.
വനിതകൾക്ക് സിനിമ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും അവസരം നൽകിയ സർക്കാരിനോട് ഒരുപാട് നന്ദി സംവിധായിക ഫർസാന അറിയിച്ചു. 2011 ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കി. അത് കുറച്ച് ചെയ്തപ്പോൾ തന്നെ എന്തോ ഒരു കാരണം കൊണ്ട് അത് ഇല്ലാതായി. പിന്നെ നമ്മൾ ഇതിൽ തന്നെ കുറേ നോക്കി. അവസാനമാണ് KSFDC ഇങ്ങനത്തെ ഒരു ഗവൺമെന്റിന്റെ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് നമുക്ക് കിട്ടുന്നത്. ഇതിലെനിക്ക് സെലക്ട് ആയതും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിലെനിക്ക് കയറി വരാൻ പറ്റിയത്. കാരണം ഒന്നാമത് ഈ കാസർഗോഡുള്ള പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങളൊന്നും ഇതിലോട്ട് ഇറങ്ങൂല ഇങ്ങനത്തെ സംഭവത്തിലൊന്നും. ഇങ്ങനെ ഒരു സംഭവം കിട്ടിയതുകൊണ്ട് ഞാൻ അടുക്കൽ നിന്ന് അരങ്ങത്തേക്ക് ഞാൻ ഇപ്പം എത്തിയിരിക്കുകയാണ്. ഇതിന് എല്ലാവരോടും നമുക്ക് നന്ദിയുണ്ട്. മുംത എന്നു പേരായ ഒരു കൗമാരക്കാരി പെൺകുട്ടിയുടെ കഥയാണ് മുംത സിനിമയുടെ പ്രമേയം. നിരവധി ഹ്രസ്വചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഫർസാന KFDCയിൽ 2020 വനിതകൾക്ക് സിനിമ ചെയ്യാൻ അവസരം നൽകി തിരക്കഥകൾ ക്ഷണിച്ചപ്പോൾ തന്റെ സിനിമയും സമർപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ മുംത തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാരുടെ കാസർഗോഡ് ജില്ലാതല അവലോകന യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. രജിസ്ട്രാർ ഓഫീസുകളെ ക്യാഷ്ലെസ് ഓഫീസുകളാക്കി മാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാരുടെ ജില്ലാതല അവലോകന യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ഏറ്റവും വേഗത്തിലും സുഗമമായും സുതാര്യമായും ലഭ്യമാക്കുക എന്നതായിരിക്കണമെന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. എങ്കിലേ നാം നടപ്പിലാക്കി വരുന്ന പരിഷ്കരണ നടപടികൾ പ്രയോജനപ്രദമാകും. അക്കാര്യത്തിൽ നിങ്ങളുടെ പ്രത്യേക പരിഗണനയും ശ്രദ്ധയും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യമാക്കുന്നതിൽ മുൻഗണന നൽകണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതാതിരങ്ങൾ തന്നെ പരിഹരിച്ച് പോകാൻ കഴിയണം. MLA-മാരുടെയും മറ്റും വാസ്തവിക സേവനം ലഭ്യമാക്കാൻ സാധ്യമാകുന്നതിൽ അത് ചെയ്തിട്ടുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസുകൾ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ജനകീയ സൗഹൃദ സമിതികൾ ഇവരുടെ സാന്നിധ്യം ഉറപ്പാക്കുക വഴി ഇത് സാധ്യമാകും. ഇപ്പോൾ നമ്മുടെ MLA-മാർ തന്നെ സ്വന്തം ഫണ്ടിലെടുത്ത് നമ്മുടെ ഓഫീസ് കെട്ടിടങ്ങൾ പൂർത്തിയാക്കി ആധുനീകരിച്ച അനുഭവങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ്, നോർത്ത് സോൺ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ OK സതീഷ്, ജില്ലാ രജിസ്ട്രാർ KB ഹരീഷ്, സബ് രജിസ്ട്രാർമാരായ VR സുനിൽകുമാർ, R വിനോദ്, VV മധുസൂദനൻ, MK ശുക്കൂർ, K അരുൺകുമാർ, VK ബേബി, MG വിജയൻ, VV സജിത്, P അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദനൂർ ക്ഷേത്രത്തിലേക്കുള്ള കലശക്കുടത്തിന് വഴികാട്ടുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ പാതിരാത്രിയിൽ രൗദ്രഭാവവുമായി പുതിയാറമ്പൻ തെയ്യമെത്തി. തോറ്റമില്ലാത്ത പുതിയാറമ്പൻ തെയ്യമെത്തുന്നത് ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായ നാട്ടുപാരമ്പര്യമാണ്. ഓലകൾ തെരച്ചുള്ള 60ഓളം വരുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടിയിൽ പുഷ്പാലങ്കൃതമായ കലശക്കുടം എഴുന്നള്ളിപ്പ്. പ്രത്യേക ഈണത്തിലുള്ള കുരവ, ചെണ്ടയുടെ ദ്രുതതാളം, ഒപ്പം ചൂട്ടുവെളിച്ചത്തിൽ തിളങ്ങുന്ന രൗദ്രഭാവവുമായി പുതിയാറമ്പൻ തെയ്യവും. ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായ നാട്ടുപാരമ്പര്യമാണിത്. ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് സമാപനം കുറിച്ച് തെയ്യാട്ടത്തിന്റെ ഭാഗമായി ഞായറാഴ്ച അർദ്ധരാത്രി നടന്ന കലശം എഴുന്നള്ളിപ്പിന് ആചാരപ്പെരുമകളേറെയാണ്. ക്ഷേത്രപാലകനെ കലശം എഴുന്നള്ളിക്കാൻ അവകാശികളായ വലിയ വീട് തറവാട്ടിൽ നിന്നും വടക്കേ നടയിലുള്ള പള്ളിയറ വരെയുള്ള കലശം എഴുന്നള്ളത്തും അകമ്പടിയായുള്ള ചൂട്ടുകളും സംരക്ഷകനായി പുതിയാറമ്പൻ തെയ്യത്തിന്റെ സാന്നിധ്യവും കാണാൻ ദൂരദിക്കുകളിൽ നിന്നും പോലും ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു. വലിയ 60 ചൂട്ടുകളാണ് ഞായറാഴ്ച രാത്രി കത്തിച്ചത്. ഓരോരുത്തരുടെയും കായബലത്തിനനുസരിച്ച് ചൂട്ടിന്റെ വലുപ്പത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. തെങ്ങോലകൾ ഉപയോഗിച്ചാണ് ചൂട്ട് കെട്ടിയൊരുക്കിയത്. 30 മുതൽ 40 ഓലകളാണ് ചൂട്ടിന് ഉപയോഗിക്കുന്നത്. ഭാരമേറിയ ചൂട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആയം മൂളി ഓരോ സ്ഥലത്തും തൊട്ടുകൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത്. കലശക്കുടം അലങ്കരിക്കുന്നതിലും ഏറെ ആചാരങ്ങൾ പാലിക്കുന്നുണ്ട്. ഇതിനുള്ള അവകാശം തൈവളപ്പ് വീട്ടുകാർക്കാണ്. ഇതിനായുള്ള പൂക്കൾ ശേഖരിക്കുന്നത് ഏഴുമലയിൽ നിന്നാണ്. നേരത്തെ 2 യാത്രകളും കാൽനടയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര വാഹനത്തിലാണ്. ആർപ്പുവിളികളുമായാണ് പൂക്കൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. പോരാട്ടങ്ങളിൽ ക്ഷേത്രപാലകന്റെ വലം കൈയായി നിന്നിരുന്ന പുതിയാറമ്പൻ തന്റെ യജമാനനുള്ള കലശം സുരക്ഷിതമായി എത്തിക്കുന്നതിനാണ് തെക്കേ നട മുതൽ പള്ളിയറ വരെ അനുഗമിക്കുന്നത്. ക്ഷേത്രപാലകന്റെ മുന്നിൽ നിൽക്കാൻ അവകാശമില്ലാത്തതിനാൽ തെയ്യം തെക്കും വടക്കും നടവഴി മുറിച്ച് കിഴക്കോട്ട് വരാറില്ല. തോറ്റമില്ലാത്ത തെയ്യമാണ് പുതിയാറമ്പൻ. സമീപ പ്രദേശങ്ങളിൽ ഇവിടെ മാത്രമാണ് തെയ്യം കെട്ടിയാടുന്നത്.
മകരമാസത്തിലെ കാർത്തിക നാൾ മുതൽ 12 ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടുത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് തെയ്യാട്ടം നടന്നത്. ഇതിന് 2 നാൾക്ക് മുൻപ് തന്നെ തീയ സമുദായക്കാരായ ചെറുപ്പക്കാർ പൂപറിക്കൽ, ചൂട്ടുകെട്ടാനുള്ള ഓല ശേഖരിക്കൽ, ചൂട്ടുകെട്ടൽ തുടങ്ങിയ ശ്രമകരമായ യത്നത്തിലുമാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ എം.എ. മുംതാസിന്റെ യാത്രാ വിവരണമായ ഹൈമനോ കലീസ് പ്രകാശനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിച്ചു. എം.എ. മുംതാസിന്റെ രചനകൾ കാലിക പ്രസക്തമെന്ന് മന്ത്രി പറഞ്ഞു. കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ എം.എ. മുംതാസിന്റെ യാത്രാ വിവരണമായ ഹൈമനോ കലീസ് തുറമുഖ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി. ദാമോദരന് നൽകി പ്രകാശനം നിർവഹിച്ചു. എം.എ. മുംതാസിന്റെ രചനകൾ കാലിക പ്രസക്തമാണെന്ന് മന്ത്രി പറഞ്ഞു. കുടുംബത്തിന്റെ ഓരോ സ്പന്ദങ്ങളും സ്നേഹാദരങ്ങളും വിശ്വാസങ്ങളും ആദരവും സ്വീകരിക്കാൻ പ്രാപ്തമാകത്തക്ക നിലയിൽ ഉത്ഭുതമായിരുന്നു. ആ നിലയിലുള്ള മാന്യതയും സംസ്കാരവും അവരുടെ ജീവിതത്തിന്റെ ഓരോ പദവിന്യാസങ്ങളും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ. ചടങ്ങിൽ എ.എസ്. മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. എൻ.ഇ. നെല്ലിക്കുന്നം മുഖ്യാതിഥിയായി പങ്കെടുത്തു. അമീർ പള്ളിയാൻ സ്വാഗതം പറഞ്ഞു. ബാലകൃഷ്ണൻ ചെറുക്കള പുസ്തക പരിചയം നടത്തി. ടി.എം.എ. കരീം, എം. കുഞ്ഞനന്ദൻ നമ്പ്യാർ, പി. ദാമോദരൻ, സ്കാനിയ ബദിര, സി.എൽ. ഹമീദ്, മുസ്തഫ പൊന്നമ്പാറ, വി. രവീന്ദ്രൻ, നാരായണൻ പേരിയ, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി, വി. പ്രശാന്തൻ, ഡോക്ടർ എ.എ. അബ്ദുൽ സത്താർ, ടി.എ. ഷാഫി, ജിൽജിൽ, ഉസ്മാൻ കടവത്ത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ എം.എ. മുംതാസ് മറുപടി പ്രസംഗം നടത്തി. കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറം നേതൃത്വത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, എൻ.ഇ. നെല്ലിക്കുന്ന് എന്നിവർക്ക് ഉപഹാരങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്ക് സമ്മേളനം കാസർഗോഡ് കേരള ബാങ്ക് ഹാളിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവന്റെ അത്താണിയായി പ്രവർത്തിക്കുന്ന സഹകരണ മേഖല തകരാനോ തളരാനോ അനുവദിക്കരുത് എന്ന് മന്ത്രി പറഞ്ഞു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്ക് സമ്മേളനം കാസർഗോഡ് കേരള ബാങ്ക് ഹാളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് ബാങ്കുകളെ സമീപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമായിരുന്നത്. ഒരു കാലത്ത് സമ്പന്നന്മാരിൽ മാത്രം അഭയകേന്ദ്രമായിരുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും നാഷണലൈസ്ഡ് ബാങ്കുകൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് സാധാരണക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു മേഖലയാക്കി മാറ്റിയെടുത്തത്. പക്ഷെ 1969 ആ ബാങ്കിന് ദേശസാൽക്കരണ പ്രക്രിയയെ തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് ഇന്ന് നടക്കുന്നത്. കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് കെ. നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി U.M. ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. C.V. അജയൻ, കെ. ശശി, C.E. ജയൻ, C. വിനോദ് കുമാർ, എ. ലത, S.V. രാജേഷ്, M.K. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ വിവിധ സഹകരണ സംഘം സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും പഴയങ്ങാടി ഹൗസിംഗ് സഹകരണ സംഘം സെക്രട്ടറിയായി നിയമനം ലഭിച്ച O.K. വിനുവിനും യാത്രയയപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റെയിൽവേ റിസർവേഷൻ കൗണ്ടർ പുനഃസ്ഥാപിക്കണമെന്ന് NGO യൂണിയൻ വിദ്യാനഗർ ഏരിയ സമ്മേളനം. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് T.M. ഹാജറ ഉദ്ഘാടനം ചെയ്തു. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് T.M. ഹാജറ ഉദ്ഘാടനം ചെയ്തു. നാളെ പൗരത്വ നിയമം ഇവിടെ ബാധകമാകുന്ന സാഹചര്യം വന്നാൽ എത്തരത്തിലായിരിക്കും ഇവിടെ നിന്ന് ആളുകളും പലായനം ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഉത്തരമായി ഈ ഒരു വിഷയത്തെ നമുക്ക് കാണണം. അപ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളും തങ്ങൾക്ക് എതിരായ നിലപാട് സ്വീകരിച്ചാലും അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തെ കുടിയേറ്റക്കാരെ അടക്കം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മൗന സമ്മതം ആയി തന്നെ ഈ ട്രംപിന്റെ ഈ നടപടിയോട് മോദി ഉൾപ്പെടെയുള്ള ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടിയെ നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ഒരു കുട്ടിയുടെ പൗരത്വത്തിന്റെ ഭാഗമായി അതിന്റെ കുടുംബാംഗങ്ങൾ കൂടി അവിടെ തങ്ങുന്ന ഒരു സാഹചര്യമുള്ള ഒരു രാജ്യത്ത് അതുകൂടി നിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 20-ന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് അവിടെ പൗരത്വം കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം വരുന്നത്. ഇത് ഭാവിയിൽ ഉണ്ടാക്കുന്ന ഇപ്പം ജോലി തേടി പോയിട്ടുള്ള ഒട്ടേറെ ആളുകൾക്ക് വരുന്ന ആളുകൾ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരേണ്ടുന്ന ഒരു സാഹചര്യം ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ തൊഴിൽ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. M. അനിത അധ്യക്ഷത വഹിച്ചു. C. പ്രദീപൻ, P. K. രമിത്, K. സജീഷ്, B. ബാബുരാജ് എന്നിവർ സംസാരിച്ചു.
പുതിയ ഭാരവാഹികളായി എം അനിതയെ പ്രസിഡന്റായും എം രാധാകൃഷ്ണൻ, AN നൂർജഹാൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, C പ്രദീപനെ സെക്രട്ടറിയായും, K സജീഷ്, PK രമിത് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, B ബാബുരാജിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിന്നേഴ്സ് ചെറുക്കളയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള മൂന്നാമത് അഖിലേന്ത്യാ ഇൻവിറ്റേഷൻ കപ്പ് വോളിബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 19 മുതൽ 23 വരെ നടക്കും. ചെറുക്കളയിലുള്ള ചെങ്കള ഗ്രാമപഞ്ചായത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച അഞ്ചൂം സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുക. രാജ്യത്തിനകത്തെ അന്താരാഷ്ട്ര കായിക താരങ്ങളടങ്ങിയ വോളിബോൾ കോർട്ടിലെ അതിപ്രഗത്ഭരായിട്ടുള്ള പഞ്ചാബ് കമാൻഡോ, ഇന്ത്യൻ എയർഫോഴ്സ്, കസ്റ്റംസ്, ഇന്ത്യൻ ആർമി, KCB, മുംബൈ സ്പൈക്കേഴ്സ്, കേരള പോലീസ്, BPCL എന്നിവരും കേരളത്തിലെ പ്രഗത്ഭരായ യൂണിവേഴ്സിറ്റി താരങ്ങൾ ഉൾപ്പെടുന്ന സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരം, DIST കോളേജ് അങ്കമാലി, CMS കോളേജ് കോട്ടയം, സ്റ്റീഫൻസ് കോളേജ് പാല എന്നീ പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോളി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷന്റെയും കാസർഗോഡ് ജില്ലാ വോളിബോൾ അസോസിയേഷന്റെയും അനുമതിയോടും സഹകരണത്തോടും കൂടിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഇൻവിറ്റേഷൻ കപ്പ് അഖിലേന്ത്യാ ടൂർണമെന്റിൽ 4000 പേർക്ക് നേരിട്ട് കളി കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രവേശനം പാസ് മുഖേന നിയന്ത്രിക്കും. ടൂർണമെന്റ് വൻ വിജയമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റാണ് ഈ 19 മുതൽ ചെർക്കള അഞ്ചൂം സ്റ്റേഡിയത്തിൽ നടത്തപ്പെടുന്നത്. ഇന്ത്യയിലെ മികച്ച ക്ലബ്ബുകൾ ഉൾപ്പെടെ 8ഓളം മികച്ച പ്രൊഫഷണൽ ക്ലബ്ബുകൾ ഉൾപ്പെടെ 4 കൂടാതെ 4 യൂണിവേഴ്സിറ്റി ടീമുകൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സംഘാടക സമിതി ജനറൽ കൺവീനർ ഷുക്കൂർ ചെർക്കളം, വിന്നേഴ്സ് ചെർക്കള പ്രസിഡന്റ് CV ജെയിംസ്, ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി VV വിജയമോഹനൻ, സംഘാടക സമിതി ഭാരവാഹികളായ നാസർ ചെർക്കളം, സലാം ചെർക്കള, നൌഷാദ് ചെർക്കള, ബച്ചി ചെർക്കള, സിദ്ധ ചെർക്കള, നിസാർ TM അറന്തോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ട്രാവൽ ഏജൻസി കൂട്ടായ്മയുടെ ഭാഗമായി ട്രാവൽ ഡ്യൂട്സ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ 2 സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ട്രാവൽ ഏജൻസി കൂട്ടായ്മയുടെ ഭാഗമായി സംഘടിപ്പിച്ച ട്രാവൽ ഡ്യൂട്സ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് കളനാട് ഖത്തർ സ്പോർട്സ് സിറ്റിയിൽ നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ടൂറിസം മേഖലയിലെ കൂട്ടായ്മ നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമെന്നും ജില്ലയിലെ ടൂറിസം മേഖലകളെ ലോകത്തിന് പരിചയപ്പെടുത്താനും ടൂറിസം മേഖലയിലെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുവാനും ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ലയിലെ ട്രാവൽ ഏജൻസികളെല്ലാം ചേർന്നുകൊണ്ട് അവരുടെ സംഘടന ഇങ്ങനെ ഒരു വിനോദത്തിൽ ഏർപ്പെട്ട് അതിനെ ഞങ്ങൾ സെലക്ട് ചെയ്ത സ്ഥലം വളരെ നന്നായി ഈ ടെറസ് പ്ലോട്ട് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിച്ചതിന് ഞാൻ വളരെ സന്തോഷിക്കുന്നു. MTC പ്രസിഡന്റ് സജീർ പടിക്കൽ, KTA പ്രസിഡന്റ് മനാഫ് നുള്ളിപ്പാടി, ശ്രീലങ്കൻ ഐർവേഴ്സ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ടിജോ എന്നിവർ സംബന്ധിച്ചു. അബ്ദുള്ള മൗലവി സ്വാഗതവും റഹ്മാൻ UAE നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മന്നിപ്പാടി ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനം നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. പാറക്കട്ട ശ്രീ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. മന്നിപ്പാടി ആലങ്കോട് ധൂമാവതി ദേവസ്ഥാനം നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ഉത്സവത്തിന്റെ ഭാഗമായി പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും വിവേകാനന്ദ നഗർ വഴി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ധൂമാവതി ദേവസ്ഥാനത്തിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ധാർമ്മിക സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും നടന്നു.
സമാപന ദിവസം ശ്രീ ധൂമാവതി ദൈവത്തിന്റെ ധർമ്മനിയമവും പുരിപുതപ്പെ ജലദുർഗ തുളു പൗരാണിക നാടകവും അരങ്ങിലെത്തും. 3 ദിവസങ്ങളായി നടക്കുന്ന പുനഃപ്രതിഷ്ഠാ കലശോത്സവത്തിന് 19-ന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആലങ്കോട് ശ്രീ ധൂമാവതി ക്ഷേത്രത്തിൽ നവീകരണ പുനഃപ്രതിഷ്ഠാ കലശോത്സവത്തോടനുബന്ധിച്ച് കാന്തിക്കര ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. കാന്തിക്കര അങ്കനവാടി പരിസരത്തുള്ള ഗ്രൗണ്ടിൽ നിന്നുമായിരുന്നു കാന്തിക്കര ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. ധൂമാവതി ടെമ്പിൾ റോഡ് വഴിയാണ് ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയത്. അരി, പച്ചക്കറി, മറ്റ് ഉൽപ്പന്നങ്ങൾ മുതലായവ ക്ഷേത്ര കലവറയിൽ സമർപ്പിച്ചു. കാന്തിക്കര ജനകീയ വികസന പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, സെക്രട്ടറി CO ഷാജു, കെ രവീന്ദ്രൻ വൈദ്യർ, മുൻ പ്രസിഡന്റുമാരായ മധുസൂദനൻ നായർ, കോമളവല്ലി ടീച്ചർ മുതലായവർ നേതൃത്വം നൽകി. അരി, പച്ചക്കറി, മറ്റു ഉൽപ്പന്നങ്ങൾ മുതലായവ ക്ഷേത്രത്തിലെ കലവറയിൽ സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് അടുക്കത്ത് ബയൽ ശ്രീ ബ്രഹ്മ ബൈദർകള ഗരഡി ഹൊസമന പുനഃപ്രതിഷ്ഠ വാർഷിക ദിനാചരണവും ബ്രഹ്മബലിയും ബൈദർകള നേമോത്സവവും ഫെബ്രുവരി 27, 28, 29 തീയതികളിൽ നടക്കും. ഉത്സവത്തിന്റെ ക്ഷണപത്രിക പ്രകാശന കർമ്മം ഭക്തിയുടെ നിറവിൽ നടന്നു. കാസർഗോഡ് അടുക്കത്ത് ബയൽ ശ്രീ ബ്രഹ്മ ബൈദർകള ഗരഡി ഹൊസമന പുനഃപ്രതിഷ്ഠാ വാർഷിക ദിനാചരണവും ബ്രഹ്മബലിയും ബൈദർകള നേമോത്സവവും ഏപ്രിൽ 10 മുതൽ 12 വരെ വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ തീരുമാനിച്ചു. ഉത്സവത്തിന്റെ ക്ഷണപത്രിക ഹൊസമനെ ഗരഡിയിലെ മുഖ്യ പുരോഹിതൻ രമേശ് പൂജാരി, KCN ചാനലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ പുരുഷോത്തം M നായിക്കിന് കൈമാറി പ്രകാശനം ചെയ്തു. സേവാ കമ്മിറ്റി ചെയർമാൻ കമലാക്ഷ സുവർണ കൂപ്പൺ സത്യനാരായണ മാസ്റ്ററിന് കൈമാറി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ സുരേഷ് സുവർണ ആദ്യ കൂപ്പൺ തുക ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഹരികാന്ത് സാലിയാന് കൈമാറി. പരിപാടിയിൽ സേവന സമിതി സെക്രട്ടറി ശിവ സൂർലു, ട്രഷറർ ദയാനന്ദ്, മഹേഷ് ബീരന്തവയലു, ഗോപാല, സുരേഷ് സുവർണ, താരാനാഥ് ഗംഗെ, സത്യനാരായണ മാസ്റ്റർ, ഹരിപ്രസാദ്, ബാലകൃഷ്ണ പ്രസാദ്, ഹൊസമനെ ഭാസ്കര സുവർണ, നവീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഹരികാന്ത് സാലിയാൻ സ്വാഗതം പറഞ്ഞു. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു. മഹേഷ് ബീരന്തവയലു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ CDS കുടുംബശ്രീ ബാലസഭ കുട്ടികൾക്കുള്ള സൗജന്യ കരാട്ടെ പരിശീലനത്തിന് GHSS മൊഗ്രാൽ പുത്തൂർ സ്കൂൾ ഹാളിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ കരാട്ടെ പരിശീലനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുട്ടികൾക്ക് സ്വയം പ്രതിരോധവും ശാരീരിക ക്ഷമതയും ഉറപ്പുവരുത്തുന്നതിനായി കുടുംബശ്രീ CDSന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് കരാട്ടെ പരിശീലനം നൽകുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായി ബാലസഭ കുട്ടികൾക്ക് നടത്തുന്ന കരാട്ടെ പരിശീലനം കേരളത്തിൽ നടപ്പാക്കിയ ഏക പഞ്ചായത്താണ് മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത്. നിലവിൽ രജിസ്റ്റർ ചെയ്ത 200 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ കരാട്ടെ പരിശീലനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാർഡ് ജനപ്രതിനിധി നൌഫൽ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ റാഫി എരിയാൽ, അസ്മിന ഷാഫി എന്നിവർ സംസാരിച്ചു. മുൻ CDS ചെയർപേഴ്സൺ നജ്മ അബ്ദുൽ ഖാദർ, CDS ഭരണസമിതി അംഗങ്ങൾ, ബാലസഭ RP മെൻഡർമാർ, കരാട്ടെ പരിശീലകരായ സെൻസെയ് സാബിത്, റെൻഷി റമീസ് എന്നിവർ നേതൃത്വം നൽകി. CDS ചെയർപേഴ്സൺ റസിയ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പെരിയ കല്യോട്ടെ രക്തസാക്ഷികളായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും 6ാം ചരമവാർഷികം ആചരിച്ചു. ടൗണിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
യൂത്ത് കോൺഗ്രസ് നേതാക്കളായിരിക്കെ രാഷ്ട്രീയ എതിരാളികളാൽ കൊല്ലപ്പെട്ട പെരിയ കല്യോട്ടെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ക്ലോക്ക് ടവർ പരിസരത്ത് അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ ചടങ്ങ് കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രമേഷ് തൈക്കീൽ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാഖ് കൂവാരത്ത്, മണ്ഡലം ഭാരവാഹികളായ K സജീഷ്, സുബീഷ് ഒളവറ, കോൺഗ്രസ് നേതാക്കളായ KV മുകുന്ദൻ, KNC ഇബ്രാഹിം, അജിത് തൈക്കീൽ എന്നിവർ സംസാരിച്ചു. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രുചിമേളമൊരുക്കിയും വിജ്ഞാനത്തിന്റെ വേദിയൊരുക്കിയും മഞ്ചേശ്വരം പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ നടന്ന ദ്വിദിന ശാസ്ത്രമേളയും ഭക്ഷ്യമേളയും പുതുമ നിറഞ്ഞ അനുഭവമായി. സ്കൂൾ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമല ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കഴിവുകൾ തെളിയിക്കുന്ന നിരവധി കണ്ടെത്തലുകൾ മേളയെ ആകർഷകമാക്കി. മഞ്ചേശ്വരം പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ രുചി വൈവിധ്യങ്ങളുടെ ലോകം തുറന്ന് ഭക്ഷ്യമേളയും വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും ശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രായോഗിക പരിജ്ഞാനവും പ്രദർശിപ്പിച്ച് ദ്വിദിന ശാസ്ത്രമേളയും നടന്നു. സ്കൂൾ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമല ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദറും കോർഡിനേറ്റർമാരും നിർവഹിച്ചു. സുബൈദ ടീച്ചർ, നൂർജഹാൻ സ്വലാഹി എന്നിവർ മേളയിലെ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സ്കൂൾ അധ്യാപകരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദുരന്തങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ കഴിയുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ മേളയിലൂടെ വിദ്യാർത്ഥികൾ പരിചയപ്പെടുത്തി. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന പ്രദേശമാണ് കേരളമെന്നും ദുരന്ത വിവരം അറിയാൻ വൈകുന്നതാണ് ദുരന്ത തീവ്രത വർദ്ധിപ്പിക്കുന്നതെന്നുമുള്ള അനുമാനവുമാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പ്രചോദനമായത്. നിലവിൽ മണ്ണിനടിയിൽ അകപ്പെട്ടവരെയും വാഹനങ്ങളെയും ട്രാക്ക് ചെയ്യുന്ന അതേ GPS സംവിധാനം ഉപയോഗിച്ച് തൽക്ഷണം അപകട വിവരം സിഗ്നൽ വഴി പുറംലോകം അറിയിക്കുന്ന അഡ്വാൻസ്ഡ് ആക്സിഡന്റ് അലേർട്ട് സിസ്റ്റമാണ് കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് 5ാം തരം വിദ്യാർത്ഥികളായ റൈഹാൻ നൌഷാദ്, അബ്ദുൽ അയാൻ ഷെയ്ഖ് എന്നിവർ പരിചയപ്പെടുത്തിയത്. വാഹനങ്ങളിലെ GPS-കളിൽ ഘടിപ്പിക്കാവുന്ന ആക്സിഡന്റ് അലേർട്ട് സിസ്റ്റം വഴി GSM സംവിധാനം ഉപയോഗിച്ച് തൽക്ഷണം വിവരം ബന്ധപ്പെട്ട മൊബൈലുകളിലും ഹോസ്പിറ്റലുകളിലും ലഭ്യമാകുന്നത് വഴി ഭാവിയിൽ ദുരന്ത നിവാരണം കാര്യക്ഷമമാകുമെന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പരമ്പരാഗതവും ആരോഗ്യകരവുമായ ഭക്ഷണങ്ങളാണ് ഭക്ഷ്യമേളയിൽ പ്രദർശിപ്പിച്ചത്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെയും പോഷകാഹാരത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന വിദ്യാർത്ഥി സ്റ്റാളുകൾ മേളയുടെ പ്രധാന ആകർഷണമായിരുന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ജില്ലാ പഞ്ചായത്ത് വികസന സെമിനാർ കളനാട് KH ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് പദ്ധതി വെറുമൊരു രേഖയല്ലെന്നും ജില്ലയുടെ ഭാവിയിലേക്കുള്ള രൂപരേഖയാണിതെന്നും പറഞ്ഞ മന്ത്രി കാസർഗോഡിൻ്റെ പ്രാദേശിക സവിശേഷതകൾ പ്രതിഫലിപ്പിക്കുകയും അതിൻ്റെ വികസന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും പുരോഗമനപരവും നീതിയുക്തവും സ്ഥിരതയുള്ളതുമായ ഒരു കേരളം കെട്ടിപ്പടുക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടുകയും ചെയ്യേണ്ട ഒരു പദ്ധതിയാണിതെന്നും അതിന് നൂതനവും സൃഷ്ടിപരവുമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്തു. ഈ പദ്ധതി രൂപീകരണപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ 25 വർഷത്തെ വിജയങ്ങളിൽ നിന്ന് നാം പ്രചോദനം ഉൾക്കൊള്ളണം. സമൂഹങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുമെന്ന് ജനകീയാസൂത്രണ പ്രസ്ഥാനം നമുക്ക് തെളിയിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നത് മുതൽ പൊതു സേവന വിതരണം മെച്ചപ്പെടുത്തുന്നത് വരെ കിട്ടിയ പ്രവർത്തനത്തിൻ്റെയും വികേന്ദ്രീകൃത തീരുമാനമെടുക്കലിൻ്റെയും ശാശ്വത പരിഹാരമാണിത്. നമ്മുടെ വികസന യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഗതി നിശ്ചയിക്കുമ്പോൾ നമുക്ക് ഈ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകാം. സഹകരണത്തിൻ്റെയും നവീകരണത്തിൻ്റെയും മനോഭാവത്തോടുകൂടി ഈ സെമിനാറിനെ സമീപിക്കാൻ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിൽ വെച്ച് സ്കൂളുകളിലേക്കുള്ള ലാപ്ടോപ്പ് വിതരണം CH കുഞ്ഞമ്പു MLA നിർവഹിച്ചു. ചടങ്ങിൽ CH കുഞ്ഞമ്പു MLA അധ്യക്ഷതയും വഹിച്ചു. E ചന്ദ്രശേഖരൻ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ശ്യാമലക്ഷ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പിലിക്കോട് ഗവൺമെന്റ് ITI കെട്ടിടത്തിന് മന്ത്രി വി ശിവൻകുട്ടി കരപ്പാത്ത് മൈതാനത്ത് തറക്കല്ലിട്ടു. വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിൽ ITI പോലുള്ള സ്ഥാപനങ്ങൾ മുൻപന്തിയിലെന്ന് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. ITI പരിശീലനം വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വൈദഗ്ധ്യം മാത്രമല്ല, അച്ചടക്കം, പ്രശ്നപരിഹാര കഴിവുകൾ, ശക്തമായ തൊഴിൽ നൈതികത, ആധുനിക ജോലിസ്ഥലത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഗുണങ്ങൾ എന്നിവയും നൽകുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യയിലെ പുരോഗതിക്കൊപ്പം വ്യവസായം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം വികസിക്കുന്നത് വിജയത്തിന് നിർണായകമാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. IT അധികൃതരും ജനപ്രതിനിധികളും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്ന ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടം മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. ഏതൊരു അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹത്തിന്റെയും മൂലക്കല്ലാണ് വിദ്യാഭ്യാസമെന്ന് ഉദ്ഘാടനം നിർവഹിക്കവേ മന്ത്രി പറഞ്ഞു. പടന്ന ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടം പ്രൗഢമായ ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏതൊരു അഭിവൃദ്ധി പ്രാപിക്കുന്ന സമൂഹത്തിന്റെയും മൂലക്കല്ലാണ് വിദ്യാഭ്യാസമെന്ന് ഉദ്ഘാടനം നിർവഹിക്കവേ മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസം അറിവ് നേടുക മാത്രമല്ല, സമൂഹത്തിലെ വെല്ലുവിളികളെ മറികടക്കാനും സമൂഹത്തിന് അർത്ഥവത്തായ സംഭാവന നൽകാനുമുള്ള കഴിവുകൾ, മൂല്യങ്ങൾ, ആത്മവിശ്വാസം എന്നിവ വികസിപ്പിക്കുക എന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിശിഷ്ടാതിഥിയായി. കാസർഗോഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം സ്വാഗതവും ഹെഡ്മാസ്റ്റർ ലുക്മാൻ അഴീക്കോടൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾ പരോളിന് അപേക്ഷ നൽകി. 8ാം പ്രതി സുബീഷും 15ാം പ്രതി സുരേന്ദ്രനുമാണ് പരോൾ അപേക്ഷ നൽകിയത്. KSFDC നിർമ്മിക്കുന്ന മുംതയുടെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. കാസർഗോട്ടുകാരിയായ ഫർസാനയാണ് ചിത്രത്തിന്റെ സംവിധായിക. രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാരുടെ കാസർഗോഡ് ജില്ലാതല അവലോകന യോഗം നടന്നു. രജിസ്ട്രാർ ഓഫീസുകളെ ക്യാഷ്ലെസ് ഓഫീസുകളാക്കി മാറ്റുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കൂട്ടൻ ചൂട്ടുകളുടെ അകമ്പടിയോടെ പാതിരാത്രിയിൽ രൗദ്രഭാവവുമായി പുതിയാറമ്പൻ തെയ്യമെത്തി. ഇത് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിന് മാത്രം സ്വന്തമായ നാട്ടുപാരമ്പര്യം. ഡോക്ടർ MA മുംതാസിന്റെ യാത്രാ വിവരണമായ ഹൈബനോകലിസ് പ്രകാശനം ചെയ്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനം നിർവഹിച്ചു. ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനം നവീകരണ പുനഃപ്രതിഷ്ഠാ കലശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.